ചേച്ചിക്ക് അങ്ങൾക്ക് എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? എടി അത് എങ്ങനെ പറയും? എന്തിനും പറയാൻ വേണ്ടി വാ തുറക്കുമ്പോ തന്നെ കത്രികയായിട്ട് കുത്തി കൊല്ലാൻ നിൽക്കല്ലേ അവള്. ഇങ്ങനെ ഇരുന്ന് പേടിച്ചാൽ എങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും? ചേച്ചി പറഞ്ഞ വേറെ ഒന്നും കൂടി പോയ ചേച്ചി ചാകും. അത്രേ ഉള്ളൂ. എടി നിനക്ക് അങ്ങനെയൊക്കെ പറയാം, ജീവൻ പോണ എന്റെയാണ്. എന്തോ ചെയ്യൂ ഇപ്പം? അതെ, എനിക്ക് ഐഡിയ കിട്ടി വരണം. അത് നമ്മൾ ഈ ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ നൈസായിട്ട് അച്ഛനും അമ്മയും കാര്യം അറിയുകയും ചെയ്യും, റിങ്കിക്ക് കിട്ടാവുന്നത് കിട്ടുകയും ചെയ്യും, ഞാൻ കുടുങ്ങത്തുമില്ല. അതെ, കത്ത്, ഊമ കത്ത്. എടി ഫ്രം അഡ്രസ് ഇല്ലാതെ ഒരു കത്ത് എഴുതി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടൊരു കത്ത് എഴുതി അച്ഛനും അമ്മയ്ക്ക് ഞാൻ അയക്കണം. അവർക്ക് കിട്ടുകയും ചെയ്യും, ഞാൻ കുടുങ്ങത്തുമില്ല. സമ്മതി ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്തോന്ന്? ചേച്ചി കൈ അക്ഷരം പിടിച്ച് അവര് പിടിക്കത്തില്ലേ? അത് ശരിയാണല്ലോ. പിടിക്കത്ത് മാത്രമല്ലടി, ഞാൻ മനഃപൂർവ്വം അവളെ കൊടുക്കാനാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് എന്നെ കുനിച്ചേർത്ത് പോകുമ്പോൾ പിടിക്കുകയും ചെയ്യും. ഡാർക്ക്. അപ്പൊ അത് വേണ്ട, വേറെ ചിന്തിക്കാം. തേടി വെള്ളി കാലി ചുറ്റി. വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല്. അവിടെ നിന്നോ, ഞങ്ങൾ അങ്ങോട്ട് വരാം. റിങ്കി എവിടെ? റിങ്കി റിങ്കി എവിടെ? അകത്തുണ്ടല്ലേ? ചേട്ടൻ എന്ത് ഇവിടെ? റിങ്കി കാണാൻ വന്ന. പിന്നെ അവൾ എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞായിരുന്നു? അവള് പിന്നെ ഒരുപാട് പറഞ്ഞില്ലേ? എന്താ പറയാ, അത് പിന്നെ ചേട്ടനെ പറ്റി പറയുമ്പോ ഉണ്ടല്ലോ, അവക്ക് 100 നാവാണ്. അല്ല, 100 നാവ്. അപ്പൊ അവക്ക് എന്നെ ഇഷ്ടമായിരിക്കുമല്ലേ? പിന്നെ അത് പിന്നെ പറയാനുണ്ടോ, ഭയങ്കര ഇഷ്ടമല്ലേ. പിന്നെ ഒരു പ്രശ്നമുണ്ട്. പറഞ്ഞു, എന്തായാലും ചേട്ടൻ അറിയണ്ടേ? പറഞ്ഞോ. അതിപ്പം എങ്ങനെ പറയും? അതെങ്ങനെ, എനിക്ക് പറ്റില്ല. അത് നീ പറ. ചേച്ചി പറ. ചേച്ചിയാണ് പറയേണ്ടത്. റിങ്കിക്ക് വല്ല മറവരോഗം? അങ്ങനെയല്ല. പിന്നെ അത് പിന്നെ ചേച്ചിയുടെ കല്യാണം ഉറപ്പിച്ചു. ആരുമായിട്ട്? അത് അച്ഛന്റെ ഫ്രണ്ടിന്റെ മോനുമായിട്ട്. പേര് എന്താ? രാഹുൽ. അറിയണമെന്നില്ല. രാഹുൽ. അയ്യോ ചേട്ടൻ വിഷമിക്കണ്ട, ചേട്ടന് സ്കോപ്പ് ഉണ്ട്. കാരണം എന്താന്ന് വെച്ചാ, ചേച്ചിക്ക് ആ രാഹുൽ എന്ന് പറഞ്ഞ ചേട്ടനെ തീരെ ഇഷ്ടമല്ല. എനിക്ക് തോന്നി ചേട്ടനെയാണല്ലോ ഇഷ്ടം. അപ്പൊ ചേട്ടൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാ, അച്ഛനകത്തുണ്ട്. ചേട്ടൻ പോയി ഇപ്പം പെണ്ണാലോചിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ചിലപ്പോ സമ്മതിക്കും, അല്ലേ? അത് തന്നെ, ചിലപ്പോ സമ്മതിക്കും. കല്യാണം നടക്കാൻ സാധ്യതയുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടെ, അച്ഛൻ്റെ അടുത്ത് ചെന്ന് സംസാരിക്കുമ്പോഴേ ചേട്ടന് അവളെ ഇഷ്ടമാണ്, അവക്കും ചേട്ടനെ ഇഷ്ടമാണ് എന്ന് പറയാം. രണ്ടും കൂടി ചേർത്ത് പറയണം. അങ്ങനെ പറയണല്ലേ? പക്ഷെ അങ്ങനെ പറഞ്ഞാലേ റിങ്കിക്ക് ഇനി എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അയ്യോ റിങ്കിക്ക് ഇഷ്ടമാണ്, പറയുന്നത്. ഒരു കാര്യം ചെയ്യാം, അമ്മ വിളിച്ചോണ്ട് അമ്മയ്ക്ക് വന്നു കഴിഞ്ഞാലേ എനിക്കിവിടെ ഒരു ധൈര്യം കിട്ടാൻ ചെറിയൊരു പേടി. അതാ. അമ്മയെ വിളിക്കാൻ പോണ്ട, അമ്മയെ വിളിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സമയം തെറ്റും. പിന്നെ എത്ര മണി കയറിക്കൂടന്ന് അങ്ങനെയൊക്കെയാണ്. ആണല്ലേ? നല്ല സമയം നോക്കി നമ്മൾ കയറി കഴിഞ്ഞാൽ ചിലപ്പോ നടക്കും, ഉറപ്പാ. പോയി ചോദിച്ചിട്ടോ. അതുണ്ട്, രണ്ടുപേരും ഉണ്ട്. നിങ്ങൾ വരുന്നില്ലേ? ഞങ്ങൾ പിറകില് വരാം. ഞങ്ങളെ കണ്ടെന്നൊന്നും പറയില്ല. മറ്റേത് പറ. മംഗളം. താങ്ക് യു. മംഗളം പോട്ടെ.
ഷർട്ടൊക്കെ നേരെ ഇട്ടിട്ട് പൊക്കും. ഇൻഷേർട്ട് വേണം. വേണ്ട ഇത് മതി. ബെൽറ്റ് ഇട്ടിട്ടില്ല. ഇന്ന് അവിടെ കലകം നടക്കും. ഓ എന്റെ ദൈവമേ, അവളുടെ അഹങ്കാരം ഇന്നത്തോടെ തീർന്നാ മതിയോ. അങ്കിളെന്ന് വിളിക്കണോ അച്ഛന്ന് വിളിക്കണോ? അച്ഛൻ വേണ്ട, അത് കല്യാണം കഴിഞ്ഞിട്ട് മതി. അങ്കിൾ ഫിക്സ്. അങ്കിളെ, അങ്കിൾ, അങ്കിളെ. ആരാ? റിങ്കിയുടെ അങ്കിളല്ലേ? അല്ല, റിങ്കിയുടെ അച്ഛനാണ് രവീന്ദ്രൻ. അത് തന്നെ, അങ്കിള് തന്നെ. എന്ത് പറ്റി? ബാങ്കിലെ കാര്യം വല്ലതാണോ? ഓഫീസിൽ ബാങ്കിലെ കാര്യം വല്ലതാണോ? ലോണിന്റെ കാര്യം വല്ലതാണോ? അത് തന്നെ, ലോണിന്റെ കാര്യം. അവന്റെ ഓഫീസിൽ വന്നാൽ മതിയായിരുന്നല്ലോ. ശരി, ഞാൻ ഓഫീസിൽ. അല്ല, എന്തായാലും വന്നില്ലേ? എന്താ എഡ്യൂക്കേഷൻ ലോൺ വല്ലതാണോ? എഡ്യൂക്കേഷൻ ലോൺ. ഇരിക്കി. വേണ്ട, ഞാൻ നിന്നോളാം. ഇല്ല, ഇരിക്കും. കുഴപ്പമില്ല, നിന്നോളാം. ഏത് കോഴ്സിനാണ് പഠിക്കുന്നത്? എഞ്ചിനീയറിംഗ്. എഞ്ചിനീയറിംഗോ? കേരളത്തിൽ തന്നെയാണോ അതോ പുറത്താണോ? ഞാൻ ഇവിടെ തന്നെ അങ്കിൾ. ഞാൻ കഴിഞ്ഞു, കോഴ്സ് കഴിഞ്ഞു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞോ? കഴിഞ്ഞു. അപ്പോ ഹയർ സ്റ്റഡീസിനായിരിക്കും അല്ലേ? ഓ, അത് ശരി. ആരാ രവിയേട്ടാ? ഇതേ ഒരു എഡ്യൂക്കേഷൻ ലോണിന്റെ കാര്യം വേണ്ടി അറിയാൻ വേണ്ടി. ഞാൻ പേരെന്തായിരുന്നു? കിരൺ, കിച്ചു എന്ന് വിളിക്കും. കിരൺ. ചായ എടുക്കട്ടെ? വേണ്ട, ഞാൻ നിന്നോളാം, ഇവിടെ നിന്നോളാം. അത് ശരി. അപ്പോ ഹയർ സ്റ്റഡീസ് ആവുമ്പോ എവിടെ സ്ഥലം? എവിടെ? വഴുതക്കാട്. വഴുതേക്കാടാണോ? അത് ശരി. ഇല്ല, പറഞ്ഞു സമയം കിട്ടുന്നില്ല. തോലക്കങ്ങോട്ട്. മക്കളെ ഇങ്ങ് വാ. പറയൂ. എന്താ? ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്ന നിങ്ങള്. പറഞ്ഞോളൂ. പറയാം. അത് അങ്കിളെ, എനിക്ക് ഇവിടുത്തെ റിങ്കി ഇഷ്ടമാണ്. കെട്ടിച്ചെന്ന് ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. അതായത് അച്ഛന്റെ പുന്നാര മോളില്ലേ റിങ്കി, അവള് ഈ ചേട്ടനും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്. അവളുണ്ടല്ലോ, അവൾ എന്നും ജിമ്മിൽ പോണില്ലേ, അത് ഇവനെ കാണാനാണ്. വിളിച്ചോളെ. റിങ്കി, എടി റിങ്കി, റിങ്കി, ഇറങ്ങി വാടി. എന്തമ്മാ? ആരുടെ ഇവൻ? അയ്യോ, ഈ ശല്യം ഇവിടെ വന്നാ എന്താണോ? എനിക്ക് കുട്ടിയെ കല്യാണം കഴിക്കണം. മോളെ, എന്തോ ഇത്? എനിക്ക് അറിഞ്ഞൂടാ അച്ഛാ, കൊറേ നാളായിട്ട് എന്റെ പിറകെ ഉണ്ട് ഇയാള്. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് അച്ഛനെ വന്ന് കാണാൻ പറഞ്ഞു. അത് മാത്രല്ല അച്ഛാ, താടിയൊക്കെ ഷേവ് ചെയ്തിട്ട് വരണം, എന്നാലേ അച്ഛൻ ഇഷ്ടപ്പെടുള്ളൂ എന്നും പറഞ്ഞു. അതിനർത്ഥം ഇവക്ക് ഇഷ്ടമാണെന്നല്ലേ? അയ്യോ, ഞാനത് തമാശക്ക് പറഞ്ഞാണ്. ഇയാൾ ഇങ്ങോട്ട് കയറി വരും ഞാൻ അറിഞ്ഞോ? കൂടുതലൊന്നും പറയണ്ട, നമ്മൾ അറിയാതെ കാര്യങ്ങൾ ഇത്രത്തോളം അയക്കുന്നു. അങ്കിളെ, ഞാനും നിങ്ങൾ പറഞ്ഞ ഒരു വായി നോക്കി അങ്ങനൊന്നുമല്ല. അങ്ങനെ എനിക്ക് ഇവിടെ ശല്യം ചെയ്യണമെന്നൊന്നുമില്ല. എല്ലാരും സമ്മതത്തോടെ നടത്തണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ വന്ന് പറയാന്ന് വിചാരിച്ചു. ഞാൻ വേണ ഒരു കാര്യം ചെയ്യാം, എന്റെ അമ്മയും കൂട്ടിക്കൊണ്ട് വരാം. അയ്യോ, അമ്മയൊക്കെ കൂട്ടിട്ട് വരാൻ എന്തോന്ന് പാരന്റ്സ് മീറ്റിംഗ്? അല്ല, നിങ്ങളിങ്ങനെ പിള്ളേര് തന്നെ എല്ലാം തീരുമാനം എടുക്കാൻ, പിന്നെ ഞങ്ങളുടെ ആവശ്യം എന്താണ്? നിങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നടത്തിയ പോലെ തന്നെ അറിയിക്കണം എന്തിനാ ഞങ്ങളെയൊക്കെ? അമ്മ എന്തോ ഈ പറയണേ? അമ്മ അച്ഛന് കേൾക്കാനായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. താനും എനിക്ക് ഇയാളെ ഇഷ്ടമൊന്നും ഇല്ല. പിന്നെ എന്നെ ഇത്രയും വളർത്തി വലുതാക്കിയത് എന്റെ അച്ഛനും അമ്മയാണ്. അവരാണ് എന്റെ എല്ലാ കാര്യവും നോക്കിയിട്ടുള്ളത്. അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം എന്റെ ലൈഫിൽ ഇല്ല, ഞാൻ ചെയ്യില്ല. അവരെന്ത് പറയുന്ന അതേ ഞാൻ അനുസരിക്കുള്ളൂ. ഇനി തന്നെ പോലെയുള്ള ഒരുത്തനെ കെട്ടാൻ പറഞ്ഞാ ഞാൻ കെട്ടും, അത് ഇവര് പറയുന്നെങ്കിൽ. അല്ല, ഇനി വേറൊരാളാണെങ്കിൽ അവരെ, അല്ലാതെ എനിക്കായിട്ട് ഒരു ഇഷ്ടമില്ല. അല്ല, മോനോട് ഇത് ഇവിടെ ഒന്ന് പറയാൻ പറഞ്ഞ ആരാ? പിങ്കിയാ. പേര് പറഞ്ഞോണ്ടല്ലോ, റിങ്കി എന്നാണ് ഇവിടെ പേര്. റിങ്കി. സോറി റിങ്കി. അങ്കിളെ സോറി. അല്ല, എന്തായാലും എന്റെ പയ്യന, എന്തായാലും തനിക്കൊരു ഇഷ്ടം തോന്നി, അത് തെറ്റില്ല. സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാരൻ മനസ്സിൽ തോന്നും. അത് അവളെ ശല്യം ചെയ്യാതെ ഇവിടെ വന്ന് പറയാൻ കാണിച്ചല്ലോ, ആ ഒരു മനസ്സ്, അതെനിക്ക് ഇഷ്ടമായി. ഒരു കാര്യം ചെയ്യട്ടെ, ഇപ്പൊ ഇവള് ഞങ്ങൾ കല്യാണത്തെ പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല. ഇവളിപ്പോ പഠിക്കുകയാണ്. അപ്പോ അല്ലേ മണി? അതെ, മാത്രല്ല പഠിക്കല് മാത്രമല്ല, നമുക്ക് ലൈഫിൽ ഒരുപാട് ലക്ഷ്യങ്ങളൊക്കെ ഉള്ളതാണ്. അതിന് വേണ്ടിയിട്ടൊക്കെ ഞങ്ങൾക്ക് അവർക്ക് അവസരം കൊടുക്കണം. എടുത്തിയാടിയൊന്നും വേണ്ടെങ്കിലേ, പെയ്യെ എല്ലാരും സാവകാശം പെയ്യെ ആലോചിച്ചിട്ടൊക്കെ എടുത്താൽ മതി. അതെ, ഇവളുടെ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴും ഇയാൾക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോഴും ആലോചിക്കാം. മാത്രമല്ല, ഇയാളെ ഞങ്ങൾ ഇപ്പൊ കാണുന്നല്ലേ ഉള്ളൂ. ആരാ എന്താ എവിടുന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പൊ സമയാവുമ്പോ എല്ലാം ഒത്തു വരികയാണെങ്കിൽ നമുക്ക് അപ്പൊ ആലോചിക്കാം. അതല്ലേ നല്ലത്? മതി. അപ്പം ഞങ്ങളെ ഞാൻ ഇറങ്ങട്ടെ. എങ്കിൽ
അപ്പം പിങ്കി ഞാൻ എന്നും പറഞ്ഞ് ഞങ്ങള് ലൈസൻസ് തന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. അതെ. അപ്പൊ തീരുമാനിക്കാന്നാണ് പറയണേ. ഒരു പ്രതീക്ഷയും വെക്കണ്ടേ? മതി. അപ്പൊ ഞാൻ അപ്പൊ നോക്കാം. ശരി. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നടന്നില്ലല്ലോ. അതാണ് ഞാനും ആലോചിക്കുന്നത്. എന്തായാലും മണി നല്ല മര്യാദക്കാരനല്ലേ, ചെറുപ്പക്കാരൻ, കൊള്ളാം. ഓഹോ, അങ്ങനെ തോന്നിയോ? എങ്കി ഇപ്പൊ തന്നെ മോളങ്ങ് കെട്ടിച്ചു വിട്. കെട്ടിച്ചു വിടാനല്ല, പക്ഷെ ഒരു മര്യാദക്കാരനായിട്ടുള്ള ചെറുപ്പക്കാരൻ. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അങ്ങനെയാണോ? അതെ, ഒന്ന് ശ്രദ്ധിക്കണം, കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങണം. എന്താ ഇങ്ങനെ പറയണേ? മക്കളെ, നിങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമാണ്, എന്നാലും ഒന്ന് ശ്രദ്ധിക്കണം. ഇടി, അത് പറയണ ഞങ്ങളുടെ കടമയാണ്, മനസ്സിലാക്കും. പണി ചായ ഉണ്ടോ? ഓ, എടുക്കാം. അതെ അതെ അതെ, അവിടെ ഇരിക്ക്. എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. എന്തോന്ന്? അതെ, എനിക്കൊരു പയ്യനെ ഇഷ്ടമാണ്, നിങ്ങൾ കെട്ടിച്ച് തരണം. ആ, അതെയോ? അതെ. നിനക്കിഷ്ടോ? അതെ. നിന്റെ ഇഷ്ടം ആ പയ്യനെ അറിയാമോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇന്നോണം പറയാം. എന്നാ പിന്നെ അത് നടക്കൂല. അപ്പൊ പിന്നെ കുഴപ്പം. അതെന്തമ്മാ നടക്കാത്ത? അത് അറിഞ്ഞു കഴിഞ്ഞാലേ അവൻ ജീവനും കൊണ്ട് ഈ ഏരിയ വിടും. പുച്ഛിക്കുന്ന എന്നെ ഇങ്ങനെ ഒന്നും പുച്ഛിക്കാൻ പാടില്ല. ഇങ്ങനെ പുച്ഛിച്ചു കഴിഞ്ഞാണ്ടല്ലോ അച്ഛ, ഈ പിങ്കി മോൾ അങ്ങ് ഇറങ്ങി പോയി കളയും. ദോഷം. ഇറങ്ങിപ്പോ. കുഴപ്പമില്ല, പേടിക്കണ്ട. 10 മിനിറ്റിനുള്ളിൽ അവൻ കൊണ്ടാക്കിയിട്ട് തിരിച്ചു. എത്രയും കിട്ടും നമുക്ക്. പറയണോ? അങ്ങനെയല്ലല്ലോ അച്ഛ പറയണ്ടേ. പിങ്കി മോളെ ഇറങ്ങി പോവല്ലേന്നല്ലേ? അല്ലേ? മോളെ ഇറങ്ങി പോവല്ലേ മോളെ, മോള് ഇവിടെ തന്നെ നിക്കണേ. അച്ഛന്റെ പുന്നാര മോള് പോവല്ലേ മോളെ. മതി. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.